ബീഫ് വെച്ചിട്ട് ഒരു 10 മിനിറ്റിനുള്ളിൽ അടിപൊളി ടേസ്റ്റിൽ ചോറുണ്ടാക്കി എടുക്കാം കേട്ടോ. അത് കപ്സ റൈസ് നമുക്ക് ഉണ്ടാക്കാൻ അറിയില്ലാത്ത കുട്ടികൾ പോലും ടെൻഷൻ അടിക്കേണ്ട, നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാനുള്ള ഒരു ട്രിക്ക് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് എങ്ങനെയാണെന്ന് കറക്റ്റായിട്ട് പറഞ്ഞുതരാം. നിങ്ങൾ ആ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കിക്കോ. ഉണ്ടാക്കാൻ അറിയില്ലാത്ത കുട്ടികൾക്ക് പോലും വളരെ ഈസി ആയിട്ട്, കറി ഒന്നും വേണ്ട കേട്ടോ, ഈ ഒരു ചോറിന് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി എടുത്ത് ചെറിയൊരു സർലാസും അതുപോലെ പപ്പടം പൊരിച്ചതൊക്കെ ഉണ്ടെങ്കിൽ വളരെ ടേസ്റ്റിൽ നോമ്പ് തുറക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വൈകുന്നേരത്തെ നോമ്പ് തുറക്ക് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല അടിപൊളിയായിട്ടാണ് കേട്ടോ, 10 മിനിറ്റുള്ളിൽ തന്നെ. അപ്പോൾ കുക്കറിൽ ഞാനിപ്പോൾ ആദ്യമേ തന്നെ കുറച്ച് വെളിച്ചെണ്ണയാണ് കൊടുത്ത് വെച്ചേക്കുന്നത്. പിന്നെ കറിവേപ്പിലിട്ടായിരുന്നു. പിന്നെ നമുക്ക് ഗ്രാമ്പു, ഏലക്ക, പട്ട, പിന്നെ വലിയ ജീരകം, പിന്നെ അത് ഇപ്പോൾ എടുത്തിട്ടേക്കുന്നത് ഏലക്കയാണ് കേട്ടോ. ഒരു 3-4 ഏലക്ക ചെറുതായിട്ടൊന്ന് ചതച്ചിട്ടിരുന്നു കേട്ടോ, ഒരു ഫ്ലേവർ പെട്ടെന്ന് കിട്ടും. പിന്നെ ഇതുപോലെ ചെറുതായിട്ടൊന്ന് വഴറ്റിയിട്ട് കൊടുക്കാം. അതിനുശേഷം ഞാനിപ്പോൾ ഇതുപോലെ 2 സവാള ചെറുതായിട്ടൊന്ന് കൊത്തി എറിഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റിയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതുപോലെ നിങ്ങൾ റംസാനിലൊക്കെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ, പത്തിരി ഉണ്ടാക്കാൻ മടിയൊക്കെ ആയിട്ടുള്ള ദിവസങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് പണി തീരും കേട്ടോ. 10 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് അടുക്കളയിൽ പണി തീർത്തിട്ട് ഇറങ്ങാം കേട്ടോ. അപ്പോൾ ഇതാ ഇപ്പോൾ ഇട്ടേക്കുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ചതച്ചിട്ടുണ്ട് കേട്ടോ. 1 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. അതുപോലെ 1/2 സ്പൂണാണ് ഞാൻ മുളക് പൊടി ഇട്ടിട്ടുള്ളൂ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 1.5 നാഴി അരിക്കാണ് ഇട്ടിട്ടുള്ളൂ. അപ്പം കുട്ടികളൊക്കെ കഴിക്കണമെങ്കിൽ എരിവുണ്ടാവും, കാരണം നമ്മൾ പച്ചമുളക് ചതച്ചിട്ടുള്ളൂ, അതുകൊണ്ട് തന്നെ. അപ്പോൾ നോക്കിയിടുക കേട്ടോ. പിന്നെ ഇതാ ഇതുപോലെ നല്ല പഴുത്ത തക്കാളി, എത്ര തക്കാളിയാണ് നിങ്ങൾക്ക് ഇഷ്ടം അത്ര തക്കാളി വരട്ടോ, കുഴപ്പമില്ല. അപ്പം ഞാൻ 1 തക്കാളിയാണ് ഇട്ടിട്ടുള്ളൂ, കാരണം ചോറ് കുറച്ചുള്ളൂ, നോമ്പ് തുറക്ക് ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പം ഇപ്പോൾ ഇതുപോലെ ഞാനിപ്പോൾ ഒരു കുറച്ച് ബീഫാണ് എടുത്തിട്ടുള്ളൂ. എല്ലാം നെയ്യൊക്കെ ഇച്ചിരി നല്ല നെയ്യൊക്കെ ഉള്ള ബീഫാണെങ്കിലും ധൈര്യമായിട്ട് ഉണ്ടാക്കിയെടുത്തോ, അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇനി ഇറച്ചിക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഒരു സ്പൂണോളം ഉപ്പിട്ട് കൊടുത്തിട്ട് നമുക്കിതുപോലെ ഇറച്ചി വേവാനായിട്ടൊരു 1.5 ഗ്ലാസോളം വെള്ളം ഇതുപോലെ ഒന്ന് എടുത്ത് ഒഴിച്ചിട്ട് നമുക്ക് സാധാ രീതിയിൽ തന്നെ നമ്മൾ ഇറച്ചി വേവിച്ചെടുക്കുന്ന രീതിയിൽ തന്നെ ഒരു 3-4 വിസിലടിച്ച് കഴിഞ്ഞാൽ ഒന്ന് സിമ്മിലിട്ടിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇറച്ചി നന്നായിട്ട് നല്ല രീതിയിൽ തന്നെ വെന്ത് വന്നിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ആ ഒരു അതിനകത്തേക്ക് ഇതുപോലെ നമ്മൾ മന്തി റൈസിലൊക്കെ എടുക്കുന്ന ചിക്കൻ മാഗി ക്യൂബ് ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ചെറിയൊരു കഷ്ണം നമുക്ക് അതിനകത്ത് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ നാരങ്ങ നീര് പിഴിഞ്ഞ് വയ്ക്കാം കേട്ടോ. ഇതുപോലെ നമ്മുടെ മന്തി റൈസ് തന്നെയാണ്. അപ്പോൾ മന്തി റൈസ് നമ്മളൊരു 5-10 മിനിറ്റ് നേരം ഒന്ന് കഴുകി വാരി കുതിർത്ത് വെച്ചതിന് ശേഷം നമ്മൾ ആ ഇറച്ചി വെന്ത വെള്ളത്തിലേക്ക് തന്നെ നമ്മുടെ റൈസ് എല്ലാം കഴുകി വാരിയിട്ട് കൊടുക്കാം കേട്ടോ. നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ആ ഇറച്ചി വെന്ത വെള്ളം കൂടി വന്നു കഴിഞ്ഞ് കഴിയുമ്പം റൈസിന് പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ ഇതാ വെള്ളത്തിൻ്റെ അളവ് കണ്ടല്ലോ അല്ലേ, നമ്മുടെ ചോറിൻ്റെ തൊട്ട് മുകളിൽ വരാവുന്ന രീതിയിൽ നമുക്ക് റൈസ് കാണാൻ പറ്റും. ആ ഒരു രീതിയിലാണ് വെള്ളം ഒഴിച്ച് വെച്ചിരിക്കുന്നത്, കണ്ടില്ലേ. ഇതുപോലെ തൊട്ട് മുകളിൽ വെള്ളം വരാവുന്ന രീതിയിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇനി ഇതുപോലെ ഒരു കുറച്ച് നെയ്യും അതുപോലെ മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് ഇതുപോലെ ഒരു ഒറ്റ വിസിലടുപ്പിച്ചെടുക്കുക. ഈ ഒറ്റ വിസിലടുപ്പിച്ചെടുത്തിട്ട് ഇതുപോലെ ഈ ഒരു ബാക്കിൽ പിന്നുണ്ടെങ്കിൽ അതങ്ങ് ഊരിയിടാം കേട്ടോ. ഇനി പിന്നൊന്നും ഇല്ലാത്ത കുക്കറാണെങ്കിൽ കുഴപ്പമില്ല, ഒരു വിസിലടിച്ചിട്ട് അങ്ങ് ഓഫ് ചെയ്തിട്ടോളൂ. നല്ല കറക്റ്റ് വേവായിരിക്കും കേട്ടോ. അപ്പോൾ ഇതുപോലെ കണ്ടില്ല, ഒരു വിസിലടിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഓഫ് ചെയ്തിട്ടപ്പം നല്ല കറക്റ്റായിട്ട് ചോറ് ഒട്ടും തന്നെ കുഴഞ്ഞ് കെട്ടാതെ തന്നെ നല്ല റൈസായി വന്നിട്ടുണ്ട് കേട്ടോ. നല്ലൊരു ടേസ്റ്റ്, നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇനി ഈ ചോറിന് താളിച്ചെടുക്കാനായിട്ട് ഇതുപോലെ ഒരു കുറച്ച് സവാളയും ഒരു ഹാഫ് സവാളായിട്ട് എടുത്തേക്കുന്നത്. അപ്പോൾ ചോറിനനുസരിച്ച് ഉള്ള സവാളയും അതുപോലെ കുറച്ച് കാഷ്യൂ നട്ട്സ് അതുപോലെ കുറച്ച് കറിവേപ്പില. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉണക്കമുന്തിരിയൊക്കെ ഇട്ട് ഇതുപോലെ താളിച്ചെടുത്ത് ഒഴിക്കാം കേട്ടോ. വളരെ ടേസ്റ്റ് ആയിട്ടുള്ള നല്ലൊരു റൈസാണ് കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ അറിയില്ലാത്ത കുട്ടികൾക്ക് പോലും വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുത്തോട്ടോ. അപ്പം നമുക്ക് ചെറിയൊരു സർലാസോ പപ്പടമൊക്കെ ഉണ്ടെങ്കിൽ നോമ്പിലൊക്കെ വൈകുന്നേരങ്ങളിലൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് ഒരു 10 മിനിറ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ചോറാണ് കേട്ടോ. അപ്പം നമ്മൾ റംസാനിൽ മാത്രമല്ല, നമ്മൾ കുട്ടികൾക്കൊക്കെ വൈകുന്നേരങ്ങളിലും അതുപോലെ ഉച്ച ടൈമിലൊക്കെ കുട്ടികളൊക്കെ ഒഴിവ് ദിവസങ്ങളിലൊക്കെ വീട്ടിലിരിക്കുന്ന ദിവസങ്ങളും അതുപോലെ വീട്ടിൽ വിരുന്നേരൊക്കെ വരുന്ന ദിവസങ്ങൾ ഇതുപോലെ ഉണ്ടാക്കിയെടുത്തോട്ടോ. വളരെ നല്ലൊരു ടേസ്റ്റിൽ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ ഉണ്ടാക്കിയെടുത്ത് നോക്കേ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ എല്ലാ കുട്ടികൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തിരിക്കാൻ പറ്റുന്നവരെ എത്തിച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ നല്ലൊരു വീഡിയോ വീണ്ടും കാണാം. ഫോളോ ചെയ്ത ഫ്രണ്ട്സ് ആണെങ്കിൽ ഒന്ന് ഫോളോ കൂടി ചെയ്ത് വയ്ക്കാൻ മറക്കല്ലേ. ബൈ.